സൈലന്റ് ലേണിംഗ് ശ്വേത മിസ് ആണ്. അപ്പോൾ നമ്മുടെ മെഗാ മാരത്തോണും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് എക്സാം ഒക്കെ മക്കൾ പഠിച്ച് എഴുതിക്കൊണ്ട് നിൽക്കുകയാണ്. മാത്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം അല്ലേ. സോ മക്കൾ, ഇതൊക്കെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ജഗ്ഗു വാങ്ങിയ സാധനങ്ങളും അതുപോലെ സുബു വാങ്ങിയ സാധനങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. ജഗ്ഗു എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്? പന്തും വാങ്ങിയിട്ടുണ്ട്, പിപിയും വാങ്ങിയിട്ടുണ്ട്. അതുപോലെ സുബു വാങ്ങിയത് പിപിയും മാലയുമാണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാ? വില വിവര പട്ടിക തന്നിട്ടുണ്ട് അല്ലേ. സാധനങ്ങൾ ഏതൊക്കെയാണ്? പി, പന്ത്, മാല, ഓരോന്നിന്റെയും വിലയും അതിന്റെ കൂടെ തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് നമ്മളുടെ വില വിവര പട്ടിക എന്നുള്ളത്. ഈ ഒരു സാധനം നോക്കാൻ അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താ നോക്കിയാലോ? ജഗ്ഗു കടക്കാരന് കൊടുക്കേണ്ട തുക എത്ര എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ജഗ്ഗു എന്തൊക്കെയാണ് വാങ്ങിയത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നോക്കാം ജഗ്ഗു കൂട്ടൻ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന്. അതെ, പന്താണ് ജഗ്ഗു ആദ്യം വാങ്ങിയത് അല്ലേ. പന്തിന് എത്ര രൂപയാണ്? ഇവിടെ നോക്കുക, വില വിവര പട്ടിക എടുക്കുക. പന്തിന്റെ നേരെ എത്ര രൂപയാണ്? 7 രൂപയാണ് മിസ്സേ. അപ്പൊ 7 നമ്മൾ എഴുതി വെച്ചു. അടുത്തതോ പി ആണ് പിന്നെ നമ്മളുടെ ജഗ്ഗു വാങ്ങിയിട്ടുള്ളത് അല്ലെ. പി ആണ്. പിക്ക് എത്ര രൂപയാണ്? 3 രൂപയാണ്. 3 rupees ആണ് പിക്ക്. അപ്പൊ 3ഉം 7ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയായി? 2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 3 + 7 ചെയ്താൽ മതി അല്ലേ. 3 + 7 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 rupees ആണ്, 10 രൂപയാണ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നോക്കിയാലോ. ഇനി അടുത്തത് സുബു കടക്കാരന് കൊടുക്കേണ്ട തുകയാണ് ചോദിച്ചിട്ടുള്ളത്. സുബു എന്തൊക്കെയാ വാങ്ങിയിട്ടുള്ളത്? ഒരു പി വാങ്ങിയിട്ടുണ്ട്. പിക്ക് എത്ര രൂപയാണ്? 3 രൂപയാണ് പിക്ക്. അതുപോലെ ഒരു മാല വാങ്ങിയിട്ടുണ്ട്. മാലയ്ക്ക് എത്രയാണ്? 10 രൂപയാണ്. ആകെ എത്ര രൂപയാകും? ആകെ 10ഉം 3ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10 + 3 ചെയ്ത് കഴിഞ്ഞാൽ 13 രൂപയാണ് ആകെ ആവുക എന്ന് നമുക്ക് കിട്ടും അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടുപേരും കൂടി 30 രൂപ കടക്കാരന് കൊടുത്തു. ബാക്കി കിട്ടുമോ? കിട്ടുകയാണെങ്കിൽ തന്നെ എത്ര കിട്ടും എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം അല്ലേ. രണ്ടുപേരും കൂടെ എന്താ ചെയ്തത്? 30 രൂപ നമ്മുടെ കടക്കാരന് കൊടുത്തു. ബാക്കി കിട്ടുമോ എത്ര എന്നാണ് ചോദ്യം. സോ ആദ്യം തന്നെ നമുക്കറിയാം നമ്മുടെ ജഗ്ഗു കൊടുത്തത് എത്രയാണ്? 10 രൂപയാണ് ജഗ്ഗുവിന് ആകെ ആയത്. 10 rupees ആണ്. അതുപോലെ സുബുവിനായതോ 13 രൂപയാണ്. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 0ഉം 3ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 3, 1ഉം കൂടെ കൂട്ടിയാൽ 2, 23 രൂപ. കടക്കാരന് കൊടുത്തത് എത്രയാണ്? 30 രൂപയാണ് മിസ്സേ. 30ൽ നിന്ന് 23 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും എന്ന് മനസ്സിലാകും അല്ലേ. ബാക്കി എത്ര കിട്ടും മനസ്സിലാകും. 0ൽ നിന്ന് 3 പോകില്ല. അപ്പൊ അതെന്താകും? 10ആയി മാറും. ഇവിടെ 2 ആകും അല്ലേ. 10 - 3 എന്ന് പറയുന്നത് 7 ആണ്. സോ 7 രൂപയാണ് ബാക്കി കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.